ഹായ് ഗായ്സ്, കുറേ കാര്യം നമ്മളെ കണ്ടിച്ച് കുറച്ചായി ഞാൻ ഇങ്ങനെ വന്നിരുന്ന് ഷൂട്ട് ചെയ്തിട്ട് സോറി ഞാൻ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആവണമെന്നൊക്കെ നോക്കിയതാണ്. സോറി ഗായ്സ്, നെക്സ്റ്റ് ടൈം നോക്ക്. ഇനി ഞാനങ്ങനെ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കാം. പ്രൊക്രാസ്റ്റിനേഷനും ലേസിനെസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. എനിവേ, ഇന്ന് നമ്മുടെ ടോപ്പിക്ക് സ്കിൻ കെയർ മിസ്റ്റേക്സ് ആണ്. ഇതിൽ ഞാൻ കുറേ മിസ്റ്റേക്സ് പറഞ്ഞു കേട്ടോ. സോ എല്ലാം ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ, സ്ലീപ്പിംഗ് വിത്ത് മേക്കപ്പ് ഓൺ. നിങ്ങൾ ഒരിക്കലും മേക്കപ്പ് വെയർ ചെയ്തിട്ട് അത് പിന്നെ വാഷ് ചെയ്യാതെ അങ്ങനെ കിടന്നുറങ്ങരുത്. സെക്കൻഡ് വൺ, നോട്ട് വാഷിംഗ് ഫേസ് ബിഫോർ ബെഡ്. ഇപ്പോൾ പറഞ്ഞത് തന്നെ നിങ്ങൾ മേക്കപ്പ് ഇട്ടാലുമില്ലെങ്കിലും കിടക്കുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മേക്കപ്പ് ഇട്ടാൽ എന്തായാലും വാഷ് ചെയ്തിട്ട് മാത്രമേ കിടക്കാൻ പാടുള്ളൂ. നിങ്ങൾ ജസ്റ്റ് പുറത്തു പോയി എന്നാണെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണം. അതല്ല നിങ്ങൾ വീട്ടിലിരുന്നാണെങ്കിൽ ജസ്റ്റ് വെറും വെള്ളം വെച്ച് വാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോപ്പ് യൂസ് ചെയ്തു കേട്ടോ. നിങ്ങൾ ഒരിക്കലും തന്നെ ഓവറായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എക്സ്ഫോലിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മിസ്റ്റേക്ക്, ഫിസിക്കൽ സ്ക്രബ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര ലാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാകുക, നമ്മുടെ സ്കിന്നിൽ മൈക്രോ ടീയേഴ്സ് ഉണ്ടാക്കും. അതുകൊണ്ട് ഫിസിക്കൽ എക്സ്പോലിയേറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നെക്സ്റ്റ് വൺ, സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ 9 മണിക്കും അതുപോലെ തന്നെ ഒരു 4 മണി 4:30 ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ ഇട്ടിട്ടടിക്കണം. വീട്ടിലിരിക്കുമ്പോൾ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ 9 മണിക്ക് മുന്നേയും അതുപോലെ തന്നെ 4:30 ശേഷം ഇട്ടിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡാർക്ക് സ്കിന്നിന് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നിങ്ങൾ യൂസ്. നെക്സ്റ്റ് വൺ, നോട്ട് റീഅപ്ലൈയിങ് സൺസ്ക്രീൻ. നിങ്ങൾ നല്ല വെയിലത്തൊക്കെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല UV റേസിൻ്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ എവറി 2 to 3 hours റീഅപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ റീഅപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. സ്കിന്നിന് അത്ര കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ സൺസ്ക്രീൻ ഇട്ട് നടന്നാൽ പിന്നെ നമുക്ക് ഒട്ടും ജസ്റ്റ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സൺസ്ക്രീൻ ഇല്ലാതെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ വീർത്തിറങ്ങിയാൽ പെട്ടെന്ന് നമ്മൾ വീണ്ടും ടാൻ അടിക്കാറുണ്ട്. അത്രയൊന്നും യൂസ് ചെയ്യേണ്ട. പക്ഷേ എങ്കിൽ നിങ്ങൾ നല്ല വെയിലത്തിരിക്കുവാണ്, നല്ല UV റേസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീന് എവറി 2 to 3 hours റീഅപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. കെയറിങ് സൺസ്ക്രീൻ ആണ് ഓൺലി സണ്ണി ഡേയ്സ്. അങ്ങനെയല്ല, നമ്മൾ ക്ലൗഡി ഡേയ്സിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. UV റേസ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ഹോം റെമഡിയാണെന്ന് പറഞ്ഞിട്ട് യൂസിങ് ലെമൺ ഓൺ ഫേസ്. ഐ മീൻ ലെമൺ ജ്യൂസ്. ഓക്കെ, ലെമൺ ജ്യൂസ് ഒരിക്കലും ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബോഡിയിലെ സ്കിൻ അല്ല ഫേസിലുള്ള, കുറച്ചുകൂടി തിന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കെയർഫുൾ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൽ. നെക്സ്റ്റ് വൺ, അപ്ലൈയിങ് ടൂത്ത് പേസ്റ്റ് ഓൺ പിമ്പിൾസ്. എനിക്ക് ഇതിലൊന്നും പറയാനില്ല, യൂസ് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ നല്ല പിമ്പിൾസ് ട്രീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പിമ്പിൾ പാച്ചൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാം. അത് ടൂത്ത് പേസ്റ്റ് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ യൂസിങ് ബാർ സോപ്പ് ഓൺ ഫേസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ സോപ്പ് യൂസ് ചെയ്തിട്ട് ഫേസ് കഴുകരുത്, ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഇഗ്നോറിങ് സ്കിൻ ടൈപ്പ്. നിങ്ങൾക്ക് സ്കിൻ ടൈപ്പ് ഒന്നും അറിയാതെ നിങ്ങൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുത്. സ്കിൻ ടൈപ്പിനും സ്കിൻ കണ്ടീഷനും ഒക്കെ അനുസരിച്ചിട്ട് വേണം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട്. സോ സ്കിൻ ടൈപ്പ് അറിയണം, എന്നിട്ട് മാത്രമേ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനായിട്ട്. പ്രൊഡക്ട്സ് മാത്രമല്ല, നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെ ഫോളോ ചെയ്യണം വരെ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, നിങ്ങൾ പലവരും പലതവണ ചെയ്ത മിസ്റ്റേക്കാണ് ഇഗ്നോറിങ് പാച്ച് ടെസ്റ്റ്. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ടച്ചിങ് യുവർ ഫേസ് ഓഫൻ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫേസ് പോയിട്ട് ടച്ച് ചെയ്യരുത്. നമ്മളെ കയ്യിൽ നല്ല ഡേർട്ട് ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ഡേർട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഹാൻഡ്സ്. അതിനെ കൊണ്ട് നമ്മൾ ഫേസിനെ ടച്ച് ചെയ്താൽ നമുക്ക് ആക്നെ, ബ്രേക്കൗട്ട്, അങ്ങനെ ഒരുപാട് സ്കിൻ ഇഷ്യൂസ് വരും. സോ അങ്ങനെ ടച്ച് ചെയ്യരുത്. പിന്നെ നോട്ട് മോയ്സ്ചറൈസിങ് ഓയിലി സ്കിൻ. ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസർ വേണം. മോയ്സ്ചറൈസർ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ വേണ്ടതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും മോയ്സ്ചറൈസർ വേണം. പിന്നെ വാഷിംഗ് ഫേസ് വിത്ത് ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടറിലല്ല ഫേസ് വാഷ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫേസ് ഹോട്ട് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യരുത്. ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല, അതിപ്പോൾ ഹെയറിനാലും സ്കിന്നാലും ഒന്നും ഞാൻ പറയത്തില്ല. എസ്പെഷ്യലി ഫേസ് ഹോട്ട് വാട്ടർ വെച്ച് വാഷ് ചെയ്യരുത്. പിന്നെ യൂസിങ് എക്സ്പയർഡ് പ്രൊഡക്ട്സ്. അത് നിങ്ങളാരും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. എക്സ്പയർഡ് പ്രൊഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ
പ്രൊഡക്ട്സിൻ്റെ മുകളിലേക്ക് എക്സ്പയറി ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓപ്പൺ ആ ഡേറ്റും പിന്നെ നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ടുള്ള എക്സ്പയറി ഡേറ്റും വ്യത്യാസമുണ്ട്. നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ട്സും 6 monthസിനുള്ളിൽ യൂസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ, നോട്ട് ഡബിൾ ക്ലെൻസിങ് വിത്ത് സൺസ്ക്രീൻ ഓർ മേക്കപ്പ്. മേക്കപ്പ് യൂസ് ചെയ്താൽ ഡബിൾ ക്ലെൻസ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി സൺസ്ക്രീൻ യൂസ് ചെയ്താൽ പോലും നിങ്ങൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യണം. ഡബിൾ ക്ലെൻസിങ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഓയിൽ ക്ലെൻസിങ് ഓയിലോ അല്ലെങ്കിൽ ക്ലെൻസിങ് ബാമോ മൈസൂർ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആദ്യം ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു വാട്ടർ വേസ്റ്റ് ഇതുപോലൊരു ഫേസ് വാഷോ ക്ലെൻസറോ വെച്ചിട്ട് വാഷ് ചെയ്യാം. അങ്ങനെ 2 തവണ വാഷ് ചെയ്യുന്ന രീതിയാണ് ഡബിൾ ക്ലെൻസിങ്. ലെയറിങ് ആക്റ്റീവ്സ് ഇൻകറക്റ്റ്ലി. നമ്മുടെ സ്കിൻ കെയർ ചെയ്യാനായാലും ആക്റ്റീവ്സ് ലെയർ ചെയ്യാനായിട്ടും ഒക്കെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഫോളോ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ ആക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് മിസ്റ്റേക്കാണ്, നോട്ട് ചെയ്തോ. ആക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ എല്ലാ ആക്റ്റീവ്സും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ആക്റ്റീവ്സും ഉണ്ട്. എക്സാമ്പിൾ റെറ്റിനോളും വൈറ്റമിൻ സി ഒന്നും ഒരുമിച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് ആക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ സ്കിൻ കെയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മോയ്സ്ചറൈസർ. ഒരു പ്രൊഡക്റ്റാണ് മോയ്സ്ചറൈസർ. ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് 3ഉം ബേസിക് സ്കിൻ കെയർ ആണ്. ഇതില്ലാതെ സ്കിൻ കെയർ ചെയ്യരുത്. സോ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നിങ്ങൾ പലവരും ചെയ്തായിരിക്കും സ്കിന്ന് ബെറ്റർ ആണെന്ന് വെച്ചിട്ട് ചെയ്തതായിരിക്കും. ബട്ട് സ്കിന്നിൻ്റെ ഹെൽത്ത് കുറച്ചുകൂടി വേഴ്സ് ആയിട്ടുണ്ടായിരിക്കും. യൂസിങ് ടു മെനി പ്രൊഡക്ട്സ് അറ്റ് വൺസ്. ആവശ്യമുള്ള പ്രൊഡക്ട്സ് മാത്രം ആവശ്യമുള്ള ടൈം പീരീഡിൽ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാം. അല്ലാതെ കണ്ട പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ നിൽക്കരുത്. സ്കിന്നിന് പണി കിട്ടും. സ്കിന്നിനകത്ത് ഒട്ടും നല്ലല്ല. എത്രത്തോളം കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത്തവിടെ വേണം. അത് വിട്ട് കളിക്കരുത്. അല്ലാതെ നിങ്ങൾക്ക് എത്രത്തോളം പ്രൊഡക്ട്സ് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം പ്രൊഡക്ട്സ് കുറച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ട്രൈങ് ന്യൂ പ്രൊഡക്ട്സ് ടു ഫ്രീക്വൻ്റ്ലി. പുതിയ പ്രൊഡക്ട്സ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കരുത്. സ്കിന്നിന് നല്ലതല്ല. ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ, നോട്ട് ഗിവിങ് ടൈം ഫോർ റിസൾട്ട്. സ്കിൻ കെയർ ആണ്, അത് വർക്കാവാൻ ടൈം എടുക്കും. അത് നിങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. നല്ല ടൈം എടുക്കും. ഒരു പ്രൊഡക്ട്സ് വർക്കാവാൻ ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. ഒരു 2-3 months ചിലപ്പോൾ എടുക്കും. ആ ഒരു പേഷ്യൻസ് നിങ്ങൾ കാണിക്കണം. അല്ലാതെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ പേഷ്യൻ്റായിട്ട് മാത്രം സ്കിൻ കെയർ ചെയ്യാം. നെക്സ്റ്റ് വൺ, യൂസിങ് ഡേർട്ടി പില്ലോ കേസ് ഓർ ടവൽ. ഇത് ഡേർട്ടി അല്ല കേട്ടോ. ഇത് ഞാൻ ഇന്നലെ ചേഞ്ച് ചെയ്തതാണ്. ടവലൊന്നും തന്നെ സ്കിന്നിൽ യൂസ് ചെയ്യണ്ട, ഫേസിൽ യൂസ് ചെയ്യണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. താനെ എയർ ഡ്രൈ ആയിക്കോട്ടെ. പിന്നെ പില്ലോ കേസ് എവറി 3 days ചേഞ്ച് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് വൺ, അപ്ലൈയിങ് സ്കിൻ കെയർ ഓൺ ഡ്രൈ സ്കിൻ വെൻ ഇറ്റ് ഷുഡ് ബി ഡാം. ചില സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അതായത് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യുന്നത് ഡാം സ്കിന്നാണ്. അതായത് മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് സിറംസ്, ടോണർ, അതൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഡാം സ്കിന്നിലാണ്. ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. ലിപ് ബാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു നനവ് ചുണ്ടിലുണ്ടായിരിക്കണം, അല്ലാതെ യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് വൺ, ഓവർ യൂസിങ് ഷീറ്റ് മാസ്ക്. ഇത് ഒരുപാട് പേരൊന്നും ചെയ്യുന്ന കാര്യമല്ല, ചെയ്യുന്നുണ്ട് കുറച്ച് പേര് ചെയ്യുന്ന കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഷീറ്റ് മാസ്ക് ഒന്നും തന്നെ ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാത്തിനും ആവശ്യത്തിന് മാത്രം എല്ലാം യൂസ് ചെയ്യാം. ഓക്കെ, പലപ്പോഴും നിങ്ങൾ യൂസ് ചെയ്തോ, ബട്ട് ഓവർ ആവരുത്. നെക്സ്റ്റ് വൺ, ഇഗ്നോറിങ് യുവർ നെക്ക്. ഇവിടെ പലതരം ചെയ്തൊരു മിസ്റ്റേക്സ് ആയിരിക്കും. നമ്മൾ ഫേസ് നന്നായിട്ട് നോക്കും, ബട്ട് നമ്മൾ നെക്ക് ഇഗ്നോർ ചെയ്യും. അപ്പോൾ രണ്ടിൻ്റെയും കളറ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിന് നമ്മൾ ഫേസിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ നെക്കിനെയും ട്രീറ്റ് ചെയ്യണം. ഇത് കണ്ടോ, എൻ്റെ കൈക്ക് ടാനുണ്ട്. ഞാൻ ഫേസിനെ നോക്കുന്ന പോലെ എൻ്റെ കൈനെ നോക്കുന്നില്ല. ദാറ്റ്സ് വൈ. നെക്സ്റ്റ് വൺ, യൂസിങ് ആൽക്കഹോൾ ബേസ്ഡ് പ്രോഡക്ട്സ്. നിങ്ങൾ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ആൽക്കഹോൾ സ്കിന്നിന് ഡ്രൈ അൺനെസസറി ആയിട്ടാണ്. പല പ്രോഡക്ട്സിലും ആൽക്കഹോൾ കണ്ടെയ്ൻ ചെയ്തിട്ട്
വേണ്ടാണ്ട് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ നോക്കരുത്. പിന്നെ ഡെയിലി ഹാർഷ് ആയിട്ടുള്ള ആക്നെ ട്രീറ്റ്മെന്റ്സ് യൂസ് ചെയ്യരുത്. പലപ്പോഴാണെങ്കിൽ ഓക്കെ, ബട്ട് ഡെയിലി ഇങ്ങനെ ഹാർഷ് ആകുന്നത് സ്കിന്നിന് ഒട്ടും നല്ലതല്ല. സ്കിന്നിന് ആ ടോർച്ചറാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, നോട്ട് വാഷിങ് യുവർ ഹാൻഡ്സ് ബിഫോർ സ്കിൻ കെയർ. നിങ്ങൾ നിങ്ങളുടെ കൈ വാഷ് ചെയ്തിട്ട് മാത്രം, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ സ്കിൻ കെയർ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ റിസൾട്ട്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ രണ്ട് സ്ഥലത്ത് കുറച്ച് പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യാണ്. ഇതുപോലെ റബ്ബ് ചെയ്യുന്നതിന് പകരം പോലെ പാക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും രാവിലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യും, സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യും. ബട്ട് നൈറ്റ് സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നൈറ്റ് സ്കിൻ കെയർ ആണ് രാവിലെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്, നൈറ്റ് നമ്മൾ റിപ്പയർ ചെയ്യാനായിട്ടുമാണ് സ്കിൻ കെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നൈറ്റ് നമുക്ക് സ്കിൻ കെയർ വേണം. നെക്സ്റ്റ് വൺ, നോട്ട് ഡ്രിങ്കിങ് എനഫ് വാട്ടർ. നിങ്ങൾ പുറത്ത് എത്ര കൊടുത്തിട്ടും കാര്യമില്ല, നിങ്ങളകത്ത് ആവശ്യത്തിന് കൊടുക്കണം. ഇങ്ങനെ പുറത്ത് കൊടുത്തോണ്ടിരുന്നിട്ട് അകത്ത് നിങ്ങൾ ന്യൂട്രീഷ്യൻസ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടത്തില്ല. സോ പുറത്തുനിന്ന് കൊടുക്കുന്നതിനേക്കാളും അകമേ കൊടുക്കാൻ നോക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ പുറത്ത് കൊടുക്കണ്ട എന്നല്ല. പിന്നെ ഓവർ മാസ്കിങ്. ഇന്ന് നിങ്ങളൊരു മാസ്ക് ഇട്ടു, 1-2 മാസ്ക് ഇട്ടു. അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസം അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വല്ലപ്പോഴും മാസ്ക് ഇട്ടാൽ മതി. ആഴ്ചയിൽ 2-3 തവണ മാത്രം മാസ്ക് ഇട്ടാൽ മതി. ഇനി ആഴ്ചയിൽ 1 തവണയാണെങ്കിലും ഓക്കെ, അങ്ങനെ ഇട്ടാൽ മതി. അല്ലാതെ ഇങ്ങനെ ഡെയിലി മാസ്ക് ഇടണമെന്നോ അല്ലെങ്കിൽ ഡെയിലി 2-3 മാസ്ക് ഇടണമെന്നോ ഇല്ല. അങ്ങനെയൊന്നും ചെയ്യണ്ട. ഓവറായിട്ട് മാസ്ക് ഒന്നും യൂസ് ചെയ്യണ്ട. സൺസ്ക്രീൻ ഇട്ടിട്ട് വീട്ടിലിരുന്നാൽ സൺസ്ക്രീൻ റിമൂവ് ചെയ്യാതിരിക്കുന്ന പരിപാടി അതും ചെയ്യരുത്. സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രൊഡക്ട്സും നിങ്ങളങ്ങനെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ മാത്രമേ, ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിൽ മാത്രമേ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഐസ് സ്കിന്നിൽ യൂസ് ചെയ്യരുത്. ഓക്കെ, പ്രൊഡക്ട്സിൻ്റെ pH ബാലൻസ് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതൊക്കെ നോക്കിയാൽ നമുക്ക് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഓവറായിട്ട് ക്ലെൻസ് ചെയ്യാൻ പാടില്ല. ഡെയിലി നിങ്ങൾ 2 തവണ ക്ലെൻസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ ഫേസ് വാഷോ ക്ലെൻസറോ ഒന്നും യൂസ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നോർമൽ വാട്ടറോടും വാഷ് ചെയ്തിട്ട് സ്കിന്ന് നിങ്ങൾക്ക് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്യാം. സോപ്പ് യൂസ് ചെയ്ത് അല്ലാതെ നിങ്ങൾ രാവിലെ നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. നൈറ്റ് ഡബിൾ ക്ലെൻസിങ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ റുട്ടീൻസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കരുത്. അതായത് ഇന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം നാളെ യൂസ് ചെയ്യുന്നത്, അതെല്ലാം മറ്റന്നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു റുട്ടീന് ഫോളോ ചെയ്യാം. ഓക്കെ, ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യാതെ കണ്ട പ്രോഡക്ട്സ് എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടിരിക്കുന്ന പ്രൊഡക്ട്സ് ഒന്നും എടുത്തിട്ട് വരിക. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ടോണർ, എസൻസ്, സിറംസ് ഒക്കെ ആവശ്യമുണ്ട് ഉള്ളപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കും. അതൊരു ബിഗ് മിസ്റ്റേക്കാണ്. ചിലവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാതെ ഇരുന്നിട്ടായിരിക്കും, ചിലവർ ഇത് ആവശ്യമുള്ളവർക്ക് യൂസും ചെയ്യത്തില്ല. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. DIY സ്ക്രബ്സ്, അതായത് ഷുഗർ, സോൾട്ട്, അങ്ങനത്തെ DIY സ്ക്രബ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇതിൽ നിങ്ങളെ പിമ്പിൾസ് പോപ്പ് ചെയ്യാൻ പാടില്ല. ഓൾ സ്ട്രിപ്സ് ഓഫനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും എപ്പോഴും ഒന്നും എന്തായാലും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ക്ലെൻസിങ്ങിന് പകരം വൈറ്റ്സ് യൂസ് ചെയ്യുന്നത് ആ പരിപാടി നടക്കില്ല. ക്ലെൻസിങ്ങിന് പകരമായിട്ട് അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ നിൽക്കണ്ട. ക്ലെൻസിങ് തന്നെ വേണം. ഒരുപാട് റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് ഒരു ബിഗ് മിസ്റ്റേക്കാണ്. ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യും. നോട്ട് ഗിവിങ് സ്കിൻ ടൈം ടു അഡ്ജസ്റ്റ് ടു ആക്റ്റീവ്സ്. അതായത് നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾ ആക്റ്റീവ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കാതിരിക്കുക. അതായത് നിങ്ങളൊരു ആക്റ്റീവ്സ് സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒരു ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ, ആഴ്ചയിൽ 1 തവണ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു 2 ആഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളത് 2 തവണയാക്കാം. അങ്ങനെ പതിയെ വേണം ഓരോ ആക്റ്റീവ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ നിങ്ങൾ ഡെയിലി ഒരു ആക്റ്റീവ്സ് അങ്ങനെ യൂസ് ചെയ്യാൻ പെട്ടെന്ന് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഹൈ കോൺസെൻട്രേഷനിലെ ആക്റ്റീവ്സ് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോ കോൺസെൻട്രേഷൻ എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യേണ്ട ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിലായിരിക്കണം പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഫസ്റ്റ് ഫേസ് വാഷ്, അത് കഴിഞ്ഞിട്ട് ടോണർ, സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്.
അത് ഫോളോ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, ആക്റ്റീവ്സിന് ഓർഡർ ഉണ്ട്. ഇന്ന് ഈ ആക്റ്റീവ്സ് ഇട്ടിട്ട് നിങ്ങൾ രണ്ട് ആക്റ്റീവ്സ് അറ്റ് എ ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ആക്റ്റീവ്സ് ഇട്ടിട്ട് വേണം ഈ ആക്റ്റീവ്സ് ഇടാൻ. ഒന്നിൻ്റെ മുകളിൽ അങ്ങനെയല്ല, ഓർഡർ ഉണ്ട്. ഇഗ്നോറിങ് അണ്ടർ ഐ. ഞാനും പലപ്പോഴും മറക്കുന്നൊരു സാധനമാണ് അണ്ടർ ഐ. ഞാൻ പിന്നെയും നോക്കുന്നുണ്ട്. നമ്മൾ ഫേസിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അണ്ടർ ഐനെയും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനെയും കെയർ ചെയ്യണം. നിങ്ങൾ ബോഡി ലോഷൻ ഒന്നും തന്നെ ഫേസിലെടുത്ത് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഫേസിന് മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് മിസ്റ്റേക്ക്, യൂസിങ് ടു ലിറ്റിൽ SPF. നിങ്ങൾ കുറച്ച് SPF, കുറച്ച് സൺസ്ക്രീൻ എടുത്തിട്ട് ആക്കിയിട്ട് അത് മതി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള സൺസ്ക്രീന്. അതായത് നമ്മുടെ സ്കിന്നിനെ 2 ഫിംഗർ റൂളൊക്കെ വേൾഡ് വൈഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് അക്കണക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങളുടെ സ്കിന്നൊരു ബാരിയർ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഒരു ഷീൽഡ് പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിലുള്ള സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നോട്ട് അപ്ലൈയിങ് SPF ഓൺ ഐലിഡ്സ് ആൻഡ് ലിപ്സ്. നിങ്ങളെ ലിപ്സിൽ അതുപോലെ തന്നെ ഐലിഡ്സിലൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇയേഴ്സിൽ ഒക്കെ. പിന്നെ ഇപ്പോൾ ലിപ്സിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മടിയുള്ളവർക്കാണ് SPF ലിപ് ബാംസ്. അതുപോലെ തന്നെ ഐലിഡ്സ്, അതുപോലെ നെക്ക്, ബോഡി, ഹാൻഡ്സ് ഒക്കെ, ഇയേഴ്സ് ഒക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള വെതറിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാത്തൊരു സ്കിൻ കെയർ മിസ്റ്റേക്കാണ്. നമ്മുടെ സ്കിന്നിന് അപ്പോഴെന്താ വേണ്ട, ഹൈഡ്രേഷൻ. സോ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം. എക്സ്ഫോലിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത്, ഇഗ്നോർ ചെയ്യുന്നത് ഇതൊരു ബിഗ് സ്കിൻ കെയർ മിസ്റ്റേക്കാണ്. ആവശ്യത്തിന് എക്സ്ഫോലിയേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓവർ എക്സ്ഫോലിയേഷൻ ചെയ്യരുത്. പിന്നെ നിങ്ങൾ ആക്നി പാച്ചസ് ഉണ്ടല്ലോ, പിമ്പിൾ പാച്ചസ്, അത് മേക്കപ്പിൻ്റെ മുകളിൽ വെക്കുന്നത് മിസ്റ്റേക്കാണ്. മേക്കപ്പിൻ്റെ മുകളിലല്ല വെക്കേണ്ടത്. ഓക്കെ, അതിന് മേക്കപ്പിൻ്റെ അടിയിൽ വേണം വെക്കാനായിട്ട്. നിങ്ങളൊരു ഇൻഗ്രീഡിയൻറ്റ് ഇട്ടു, ഇപ്പോൾ സിറം ഇട്ടു, അതായത് വേ മോയ്സ്ചറൈസർ ഇട്ടു, അതൊരു വേ സൺസ്ക്രീൻ ഇട്ടു, അങ്ങനെ ഇടരുത്. സ്കിന്നിനെ അബ്സോർബ് ചെയ്യാൻ ടൈം കൊടുക്കണം. ഓരോ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റ് അപ്ലൈ ചെയ്തിട്ടും സ്കിന്നിനെ അബ്സോർബ് ചെയ്യാൻ നിങ്ങൾ ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കാണണ്ട. എന്ത് വന്നാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നോക്കിയിട്ടിരുന്നാൽ മതി. ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ട സിറ്റുവേഷനിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണുക തന്നെ വേണം. പിന്നെ യൂസിങ് കൊമഡോജനിക് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് ആക്നിനെ ട്രിഗർ ചെയ്യുന്ന പ്രൊഡക്ട്സാണ് കൊമഡോജനിക് പ്രൊഡക്ട്സ്. അതൊക്കെ നോക്കിയിട്ട് വേണം സ്കിൻ കെയർ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാനായിട്ട്. നാച്ചുറൽ ആണ് ബെറ്റർ എന്ന് വിശ്വസിക്കുന്നതിനോട് ഈ നാച്ചുറലിലും കെമിക്കൽസ് ഉണ്ട്. ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും കെമിക്കൽസ് ആണ്. H2O, ഹൈഡ്രജൻ, ഓക്സിജൻ കെമിക്കൽസ് അല്ലേ. സോ നിങ്ങൾ നാച്ചുറൽ ആണ് ബെറ്റർ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. പല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡിസ്ട്രോയ് ചെയ്യും, ബേൺ ചെയ്യും. പിന്നെ നിങ്ങൾ സ്വെറ്റ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാത്തത് ബിഗ് മിസ്റ്റേക്ക്. നിങ്ങൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നു, അല്ലെങ്കിൽ ജിമ്മിനൊക്കെ പോയി, അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം, സ്വെറ്റ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻറ്റ് ഇട്ടു, ഇപ്പോൾ നിങ്ങളൊരു ഹൈലറോണിക് ആസിഡ് ഇട്ടു, എന്നിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ബിഗ് മിസ്റ്റേക്കാണ്. നമ്മൾ ഹൈഡ്രേഷനെ സീൽ ചെയ്യണം. പിന്നെ നിങ്ങൾ ഫേഷ്യൽ സ്റ്റീമിംഗ് ഒക്കെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഓവറായിട്ട് യൂസ് ചെയ്യരുത്. പിന്നെ സെയിം സ്കിൻ കെയർ എപ്പോഴും യൂസ് ചെയ്യുന്നത്, നമ്മളെ സ്കിൻ ടൈപ്പ് മാറും, സ്കിൻ കണ്ടീഷൻ മാറും, അതുപോലെ തന്നെ വെതർ മാറും, ഒക്കെ മാറും, ക്ലൈമറ്റ് മാറും, ഹ്യൂമിഡിറ്റി ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് മാറ്റണം. ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ആക്റ്റീവ്സ് ഉണ്ട്, അത് ഡേ ടൈമിൽ യൂസ് ചെയ്യരുത്. ചൂടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലത്തുനിന്ന് കൊണ്ടുപോയിട്ട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വെക്കരുത്. വെക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല, വെക്കരുത്. എല്ലാ പ്രൊഡക്ട്സിൻ്റെ പുറകിലും എഴുതിയിട്ടുള്ളൊരു സാധനമാണ് സ്റ്റോർ ഇൻ കൂൾ പ്ലേസ്, സ്റ്റോർ ഇൻ എ കൂൾ ഡ്രൈ പ്ലേസ്. ഫേഷ്യൽസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, അതൊരു ബിഗ് മിസ്റ്റേക്കാണ്. ഫേഷ്യൽസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത്. ഡെയിലി ഐസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏർജിങ്ങും ബ്രേക്ക്ഔട്ടും തമ്മിലുള്ള കൺഫ്യൂഷൻ. എൻ്റെ സ്കിൻ വീണടുത്ത് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇഗ്നോർ ചെയ്തിരുന്നെങ്കിൽ സ്കിന്ന് ബെറ്റർ ആവത്തില്ലായിരുന്നു. സോ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻറ്റ്.
അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഡ്രൈ സ്കിന്നിൽ ക്ലേ മാസ്ക് അപ്ലൈ ചെയ്യരുത്. പിന്നെ ഹെവി ഫ്രേഗ്രൻസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുത്. എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഒട്ടും യൂസ് ചെയ്യരുത്. പിന്നെ വർക്കൗട്ടിന് ശേഷം സ്കിൻ ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ നിങ്ങൾ അലർജീസ് അറിയാത്തത്, നിങ്ങൾക്ക് എന്ത് ട്രിഗർ ആവും എന്ത് ട്രിഗർ ആവത്തില്ല, നിങ്ങൾ അലർജീസ് എന്തൊക്കെ അതൊക്കെ അറിയാത്തത് ബിഗ് മിസ്റ്റേക്ക് ആണ്. അതൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ. പലവർക്കും പാൽ അലർജിയാണ്, അതുപോലെ തന്നെ ചിലവർക്ക് പീനട്ട് അലർജിയാണ്, സോയ പ്രൊഡക്ട്സ് അലർജിയാണ്, പിന്നെ ഷെൽ ഫിഷ്, ചിലവർക്ക് ഗ്ലൂട്ടൻ അലർജിയാണ്. സോ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, എന്നിട്ട് അവോയ്ഡ് ചെയ്യുക. ലിപ്സ് അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ പണ്ട് ചെയ്ത മിസ്റ്റേക്കാണ്, ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല. ലിപ്സിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അതിനും SPF വേണം, മോയ്സ്ചറൈസിങ് അതായത് ലിപ് ബാം, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിപ് ബാം വേണം, SPF ഉള്ള ലിപ് ബാം ഡേ ടൈമിൽ വേണം, അതുപോലെ തന്നെ എക്സ്ഫോലിയേഷൻ വേണം. പിന്നെ വൈറ്റമിൻ സിയും ബെൻസോൾ പെറോക്സൈഡും യൂസ് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു പ്രൊഡക്റ്റ് എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്ത് ബിലീവ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഒരിക്കലും റെറ്റിനോൾ മോർണിംഗിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. റെറ്റിനോൾ എപ്പോഴും നൈറ്റ് മാത്രം അപ്ലൈ ചെയ്യേണ്ട ആക്റ്റീവാണ്. പിന്നെ നിങ്ങൾ ഏജിനനുസരിച്ച് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീന് ചേഞ്ച് ആവണം. പിന്നെ ഫംഗൽ ആക്നി ഇഗ്നോർ ചെയ്യാൻ പാടില്ല. പിന്നെ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ ഫേസിൽ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത് സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇൻഡോർസിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്, അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം നിങ്ങൾ നല്ല UV റേസ് ഒക്കെ ഉള്ള കിട്ടുന്ന ആ ഒരു അങ്ങനെ റൂമിൽ ഇരിക്കുവാണെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനത്തെ റൂമിലല്ലെങ്കിൽ കുഴപ്പമില്ല, യു ക്യാൻ ഫേസ് വാഷ് എടുത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കളിയില്ല. ആവശ്യത്തിന് റബ്ബ് ചെയ്യണം, ആവശ്യത്തിന് അത് മസാജ് ചെയ്തിട്ട് വേണം നിങ്ങൾ കഴുകി കളയാനായിട്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മളെ പ്രൊഡക്ട്സിൽ മാത്രം റിലൈ ചെയ്ത് നിങ്ങളുടെ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ സൈൻസ് ഒന്നും തന്നെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതാണ് നിങ്ങൾ ഇനി അത് യൂസ് ചെയ്യണോ വേണ്ടിയോ നിങ്ങൾക്ക് അത് വെച്ച് തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഇഗ്നോർ ചെയ്ത് കളയരുത്. പിന്നെ ട്രെൻഡ്സ് ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ട്രെൻഡ്സ് പലതരം നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല. സോ അതെന്ത് ചെയ്യുക, യൂസ് ചെയ്യാതിരിക്കുക. അല്ലാതെ ട്രെൻഡ്സിന് പേര് അങ്ങനെ ബ്ലൈൻഡായിട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ റോസ്മേരി പലർക്കും അത് ഡാൻഡ്രഫ് കൂട്ടുകയാണ് ചെയ്തത്. അത് ആക്ച്വലി ഡാൻഡ്രഫൊക്കെ കുറക്കും നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷെ ചിലവർക്ക് അത് ഡാൻഡ്രഫ് കൂട്ടി, അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ഇത് കൂട്ടി. ബിക്കോസ് അങ്ങനെ എല്ലാവർക്കും ഒരു പ്രൊഡക്റ്റ് വർക്കാണെന്നില്ല. പിന്നെ സ്ലീപ്പിംഗ് ഇൻ ഫേസ് മാസ്ക് ഇട്ടിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങിയിട്ട് അത് വാഷ് ചെയ്യണം. ഇത്ര ടൈമിൽ അത് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് മാത്രം കിടന്നുറങ്ങുക. ക്ലോഗിങ് ഇൻഗ്രീഡിയൻസ് ഉള്ള മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്. അതുപോലെ ലിപ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യാതിരിക്കുന്നത്. അത് ഫേസ് മാത്രമല്ല, നിങ്ങളുടെ ലിപ്സിലെ പ്രോഡക്ട്സ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഡേർട്ടി ഹാൻഡ്സ് ആണെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഹാൻഡ്സ് കൊണ്ട് വേണം എന്ത് പ്രൊഡക്റ്റായാലും അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഒരു പ്രോഡക്റ്റ് ഓക്സിഡൈസ്ഡ് ആയാൽ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഇപ്പോൾ വൈറ്റമിൻ സിൻ്റെ ഒക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ യൂസ് ചെയ്യരുത്. വേറെ വൈറ്റമിൻസ് യൂസ് ചെയ്യാം. വേറെ മീൻസ് ആ ബ്രാൻഡിനെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ആ വൈറ്റമിൻസ്, ആ ഓക്സിഡൈസ് ആയ വൈറ്റമിൻസ് യൂസ് ചെയ്യരുത്. ഓവർനൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ. ടൈം എടുക്കും. ഞാൻ പറഞ്ഞു, ഒരുപാട് വീഡിയോസിൽ അതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി ലെവൽസ് ഇഗ്നോർ ചെയ്യരുത്. അതിനനുസരിച്ച് നമ്മൾ സ്കിൻ കെയർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ സമ്മറിൽ നമ്മളെ സ്കിന്നിന് കുറച്ചുകൂടി ഹൈഡ്രേഷൻ വേണ്ടി വരും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പീൽസൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ SPF യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആ പീൽസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഉപയോഗമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ആക്നെ പ്രോൺ സ്കിന്നിന് ഭയങ്കര തിക്കായിട്ടുള്ള ക്രീംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിമ്പിൾസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഓവറോൾ സ്കിന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ ഒരുപാട് ആൻറ്റി ഏജിങ് പ്രൊഡക്ട്സും തന്നെ നിങ്ങൾ 20s യൂസ് ചെയ്യേണ്ട. ഒരുപാട് യൂസ് ചെയ്യേണ്ട, കുറച്ചൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ നിങ്ങൾ യൂസ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഒരുപാട് യൂസ് ചെയ്യരുത്. ഓക്കെ. പിന്നെ നിങ്ങൾ 2 തവണയിൽ കൂടുതൽ ഫേസ് വാഷ് ചെയ്യരുത് ഒരു ദിവസം. പിന്നെ നിങ്ങളുടെ ഫേഷ്യൽ മസാജസ്, റോളേഴ്സും ഒക്കെ സാനിറ്റൈസ് ചെയ്യാതെ യൂസ് ചെയ്യുന്നത് എ ബിഗ് നോ. ഇതൊക്കെ നിങ്ങൾ സാനിറ്റൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ പഴയ സ്കിൻ കെയർ കണ്ടെയ്നേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ സ്വിമ്മിങ് ചെയ്യുന്നവരാണെങ്കിൽ സ്വിം ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്ഫോലിയേറ്റ് യൂസ് ചെയ്ത സൺസ്ക്രീനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മോയ്സ്ചറൈസർ.
അതുപോലെ തന്നെ നിങ്ങൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, നിങ്ങൾ ലേസേഴ്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാത്തത് വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ സ്കിൻ കെയർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓവറായിട്ട് ഹൈഡ്രേറ്റിംഗ് സിറംസ് ലെയർ ചെയ്യരുത്. ഓക്കെ, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക, എല്ലാം ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ യൂസ് ചെയ്യരുത്. പിന്നെ ഹാൻഡ്സിൽ SPF യൂസ് ചെയ്യാതിരിക്കുന്നു. സ്കിൻ കെയർ എന്നുള്ളത് ഫേസ് മാത്രമല്ല, ഹാൻഡ്സ് ഉള്ളതും സ്കിന്നാണ്. പിന്നെ സെയിം റുട്ടീൻ തന്നെ എപ്പോഴും വർക്ക് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. അങ്ങനെ വർക്ക് ആകത്തില്ല. നമ്മൾ റുട്ടീന് ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മുടെ ജോ ലൈൻ ഏരിയ, ഈ ഏരിയ ഫോർഗെറ്റ് ചെയ്യരുത്. ഫ്ലൈറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഹൈഡ്രേഷൻ കൊടുക്കാത്തത് ഒരു ബിഗ് മിസ്റ്റേക്കാണ്. ഫംഗൽ ആക്നി നമ്മൾ റെഗുലർ ആക്നി പ്രൊഡക്ട്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അതങ്ങനെ വർക്ക് ആവത്തില്ല. അതിന് നമ്മൾ വേറെ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് വേണ്ടത്. പിന്നെ ടെക്സ്ചർ ബ്രേക്ക് ഔട്ടുമായിട്ട് കൺഫ്യൂസ് ആകുന്നത് പലർക്കും ഈ പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ റെറ്റിനോളിൻ്റെ കൂടെ എക്സ്പോലിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഡർട്ടി ഫോൺ, നമ്മൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആക്നി വരാൻ ചാൻസ് ഉണ്ട്. സോ ഫോണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഷെയറിങ് സ്കിൻ കെയർ പ്രൊഡക്ട്സ്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ആരുമായിട്ട് അങ്ങനെ ഷെയർ ചെയ്യാതിരിക്കാൻ നോക്കുക. സോ ഗായ്സ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. കുട്ടികളൊക്കെ കുറച്ച് ലെങ്ത് ഉണ്ടെന്ന് അറിയാം, നമുക്ക് എഡിറ്റ് ചെയ്ത് തരുമ്പോൾ ശരിയാവുമായിരിക്കും. ഇനി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത് നിങ്ങളുടെ കമൻറ്റ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ വാല്യുബിളായിട്ട് കാണുന്നൊരു സാധനം. സോ കമൻറ്റ് ചെയ്യുക. അത് പറഞ്ഞു പോകരുത്. നിങ്ങൾക്ക് ഇതിൽ ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക്, ഇത്ര നേരം വരെ ചെയ്തൊരു മിസ്റ്റേക്ക്, ഒരു മിസ്റ്റേക്ക് എങ്കിലും ഒന്ന് കമൻറ്റിൽ പറയാം. ഓക്കെ, വേറെ എന്തെങ്കിലും സ്കിൻ കെയർ മിസ്റ്റേക്ക് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ. ലവ് യു ഗൈസ്, ലവ് യു സോ മച്ച്.